ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി എപ്പിസോഡ്സിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ പത്തരമാറ്റിലെ അടിപൊളി ഭാഗമാണ് ഈ നാളെ തൊട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി പോണേ കേട്ടോ. അങ്ങനെ നവീന സത്യങ്ങളൊക്കെ മനസ്സിലായി. ഈ സ്നേഹമെന്ന് പറയണതും പ്രണയമെന്ന് പറയണതും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. നന്ദുവിന് ഇഷ്ടം അനീനെയാണ്, അനിക്കും അങ്ങനെ തന്നെയാണ്. താൻ കണ്ടുമുട്ടുന്നതിന് മുമ്പേ അനിയും നന്ദുവും പ്രണയത്തിലുമാണ്. അനിക്ക് അനാമികനെ വിവാഹം കഴിക്കാനല്ലായിരുന്നു, നന്ദുവിന് വിവാഹം കഴിക്കാനായിരുന്നു താല്പര്യം. പക്ഷെ വീട്ടുകാർ ഒരുന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വീട്ടുകാരുടെ ആ ഒരു സമ്മർദ്ദത്തിലാണ് അന്ന് അനാമികനെ വിവാഹം കഴിച്ചത്. അവന്റെ കുടുംബജീവിതം ഒരു പ്രാവശ്യം പാളിപ്പോയതാണ്. പക്ഷെ ഇനി അവന്റെ കുടുംബജീവിതം നന്നാവണമെന്നുണ്ടെങ്കിൽ കൂടെ അവൾ ഉണ്ടായേ പറ്റൂ. നന്ദു അതിനു വേണ്ടി തന്നെ എന്തായാലും കുറച്ച് അവർക്ക് വേണമെങ്കിൽ സത്യം തന്നോട് പറയായിരുന്നു. പക്ഷെ തന്നോട് പറഞ്ഞില്ലല്ലോ. അതിന് ഒരു ചെറിയൊരു ഡോസ് കൊടുക്കണമെന്ന് മാത്രമേ നമ്മുടെ നവീനുള്ളൂ കേട്ടോ. അതിനു വേണ്ടിയാണ് ചെറിയൊരു ചുറ്റിക്കളയൊക്കെ നടത്തുന്നത്. പക്ഷെ എങ്കിലും നവീൻ മനസ്സിൽ ഉറപ്പിക്കുകയാണ്, കോടതി കൂടുന്ന സമയത്ത് എന്തൊക്കെ സംഭവിച്ചാലും ശരി, അനാമികയുടെയും അതുപോലെ തന്നെ അനിയുടെയും വിവാഹ മോചന കേസ് താൻ വിജയിപ്പിച്ചിരിക്കും. അനാമികനെയും അനിയനെയും രണ്ടും രണ്ട് തട്ടിലാക്കിയിരിക്കുമെന്ന് ഉറപ്പിച്ചിട്ടാണ് നമ്മുടെ നവീൻ കോടതിയിലേക്ക് കയറുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര വിശ്വാസമില്ല നവീനെ. കാരണം നവീൻ ചതിക്കും. എന്തൊക്കെ പറഞ്ഞാൽ ഈ കോടതിയിൽ വരുമ്പോൾ അവൻ എന്തായാലും ഉഴപ്പുന്നതോടുകൂടി തന്നെ തൻ്റെ വിവാഹമോചനം നടക്കില്ല. അപ്പൊ തനിക്ക് നന്ദുവിന് വിവാഹം കഴിക്കാൻ പറ്റില്ലല്ലോ. ആ രീതിയിൽ അവൻ ആ കാര്യങ്ങളൊക്കെ ആക്കി തീർക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ അനി ആകെ വിഷമത്തിലാണ്. നവീൻ തന്നെ ചതിക്കും, നവീൻ ഈ കേസ് നന്നായിട്ട് വാദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിഷമത്തിലാണ് അനി നിൽക്കുന്നത്. അങ്ങനെ കേസ് വിചാരണ തുടങ്ങുന്ന സമയമായി. അനാമികേനെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നവീൻ. ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അനാമിക അതല്ല, നിഷ്പ്രയാസം, ഞാനങ്ങനെയൊന്നും അല്ല, ദേ വെറുതെ അനാവശ്യം പറയരുത്, ഞാൻ ഒരാളെയും ചതിച്ചിട്ടില്ല, ഞാനും എൻ്റെ വീട്ടുകാരും അങ്ങനെയല്ല. അനിയുടെ മനസ്സിൽ അവളായിരുന്നു ആ നന്ദു, അവളെ മനസ്സിൽ വെച്ചിട്ടാ ഇയാൾ എന്നെ വിവാഹം കഴിച്ചത്. എന്നെ ഒരു ഭാര്യനെ പോലെ ഇയാൾ കണ്ടിട്ടില്ല, ഇയാളുടെ വീട്ടുകാരെന്നെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കള്ളവും കാര്യങ്ങളും അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനാമിക. പക്ഷെ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് നമ്മുടെ നവീൻ വക്കീല് കുറച്ച് കാര്യങ്ങൾ അനാമികയുടെ അങ്ങോട്ട് ചോദിക്കുകയാണ്. അനാമിക അപ്പം തന്നെ ആകെ വേർത്തൊരുകുവാട്ടോ. ഈശ്വരയാൾ എന്താണാവോ ചോദിക്കാൻ പോണത് എന്നാലോചിച്ചിട്ട് അനാമികയുടെ ചോദിക്കുന്നുണ്ട്. അനാമികക്ക് എത്ര കാമുകന്മാരുണ്ടെന്ന് ചോദിക്കുകയാണ്. അനാമിക പറയുന്നുണ്ട്, ഇതേ നിങ്ങൾ എന്ത് വൃത്തികേടാ പറഞ്ഞത്, കോടതിയിൽ ജഡ്ജിയെടുത്ത് പറഞ്ഞത് ഇയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ശരിയല്ല. അത് കേൾക്കുമ്പോൾ നവീൻ പറയണ്ടല്ല, എൻ്റെ അടുത്ത് തെളിവുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അനാമികയുടെ ഇപ്പത്തെ കാമുകൻ എൻ്റെ കൂടെ ഉണ്ട് യുവർ ഓണർ എന്ന് പറയണം. എന്നിട്ട് അയാളെ വിളിക്കണം. അനാമിക ഞെട്ടിപ്പോവാട്ടോ. ശേഷം ആ പുള്ളിക്കാരനുണ്ടല്ലോ, അനാമികയുടെ ഇപ്പത്തെ കാമുകൻ, അയാൾ കോടതിയിൽ എല്ലാവരുടെ അടുത്തായിട്ട് പറയുന്നുണ്ട്, പ്രതിക്കൂട്ടി നിന്ന് പറയുന്നുണ്ട്, കോടതി മുമ്പാകെ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ് അനാമിക. അനീനെ വഞ്ചിക്കുവാണ്, ഇവൾക്ക് ഇതിനു മുമ്പും ഒരുപാട് പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്നോട് ഇവള് പറഞ്ഞത് എന്താണ്, കുറച്ച് കഴിയുമ്പോഴേക്കും അനിയുടെ വിവാഹ മോചനത്തിന് കോടിക്കണക്കിന് രൂപ അവർ 25 കോടിയോ 30 കോടിയോ എന്തൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. ആ പൈസ കിട്ടിക്കഴിഞ്ഞാൽ അതായിട്ട് ഒളിച്ചോടി പോകാമെന്നാണ് ഇവൾ എന്നോട് പറഞ്ഞത് എന്ന് പറയണം. അങ്ങനെ അനാമികയുടെ തനി നിറം കോടതിക്ക് മനസ്സിലാവാട്ടോ. കോടതിയിൽ ജഡ്ജി എന്ന് പറഞ്ഞൊരു പെണ്ണും കൂടി ആയിരുന്നു. അപ്പൊ അവരിങ്ങനെ പറയണ്ട്, പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം ഇപ്പോൾ നീതി ന്യായമൊക്കെ നടക്കുന്ന ഒരുപാട് പേര് പറയുന്നുണ്ടെങ്കിലും പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നിയമം തെറ്റിച്ച് കഴിഞ്ഞാൽ ശിക്ഷ ഒന്ന് തന്നെയാണ്. ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് അനാമികയാണ്, തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അനാമികക്ക് അതിൻ്റെ ശിക്ഷ കിട്ടുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ അനാമികയും അനാമികയുടെ അച്ഛനും ഒരു 5 ലക്ഷം രൂപ അനിക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുകയും പിന്നീട് 10 പൈസ പോലും അനാമികക്ക് കൊടുക്കേണ്ട ഈ വിവാഹബന്ധം വേർപെടുത്താൻ വേണ്ടി കോടതി എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ അനിയും അനാമികയും രണ്ടും രണ്ട് വ്യക്തികളാണ്. അവർ നിയമപരമായിട്ട് ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്ന് കോടതി വിധി പറയാണ്. അത് കേൾക്കുമ്പോൾ അനാമിക നാണം കെട്ടുപോട്ടെ, വെറുതെ കോടതിയിൽ വന്നും ചെയ്തു, ഒരു 5 ലക്ഷം രൂപ പോകാൻ പോകുന്ന പോക്കേ എന്നൊക്കെ കളിച്ചിട്ട് നമ്മുടെ അനാമിക ആകെ വിഷമിച്ച് കണ്ണും തള്ളി കോടതിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അനിക്ക് ഭയങ്കര സന്തോഷമാവട്ടോ. കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അനി വേഗം തന്നെ നമ്മുടെ നവീനെ കെട്ടിപ്പിടിക്കാനായിട്ട് പറയേണ്ടത്, നീ എന്നെ ജയിപ്പിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, നീ എന്താണ് വിചാരിച്ചത്, ഞാൻ നിന്റെ സുഹൃത്താണെടാ. ശരിയാ, എനിക്ക് നന്ദുവിനെ ഇഷ്ടമായിരുന്നു, പക്ഷെ അതിനേക്കാൾ മുമ്പ് നീ നന്ദുവിനെ സ്നേഹിച്ചതാണെന്ന് നിനക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നടാ. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നെ പൊട്ടം കളിപ്പിച്ചുകൊണ്ടിട്ടല്ലേ എനിക്ക് ദേഷ്യം വന്നത്. അതുകൊണ്ടിട്ടാണ് നിങ്ങൾക്കിട്ട് ചെറിയൊരു ടെൻഷൻ തരാമെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ നിങ്ങളുടെ നല്ലൊരു സുഹൃത്ത് തന്നെ ആയിരിക്കോടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനിയനോട് നമ്മുടെ നവീൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. അങ്ങനെ അനാമിക വിവാഹബന്ധം രണ്ടും വേർപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അനാമികയുടെ ആ ഒരു സീൻ അതോടുകൂടി കഴിഞ്ഞു കേട്ടോ. ഇനി അങ്ങോട്ട് വരാൻ പോണത് നമ്മുടെ ആദർശും നയനയും കൂടി
അജയന്റെയും ജാനകിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ജലജ അപ്പച്ചിയുടെയും കള്ളത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുകയാണ്. ആദർശ് പറയണ്ടേ, എന്തായാലും ഈ കുടുംബത്തിൽ ഇപ്പൊ ഭാഗ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാഗേന്ദ്രൻ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി. അയാൾ തെറ്റുകാരനല്ലെന്ന് ഇപ്പൊ നയനെ ഏറെക്കുറെയൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. ഇതിലെന്തായാലും പങ്കുണ്ട് നമ്മുടെ അജയൻ ചെറിയച്ഛനും ജാനകി ചെറിയമ്മക്കും അപ്പച്ചിക്കും നല്ല പങ്കുണ്ട്. അത് നമുക്ക് തെളിയിച്ചേ പറ്റൂ എന്ന് ആദർശ് വിചാരിക്കുകയാണ്. ആദർശ് പറയുന്നുണ്ട്, ഞാൻ പോയി നാഗേന്ദ്രനോട് സംസാരിച്ച അയാൾ സമ്മതിച്ചു തരത്തില്ല, അയാൾ എന്നെ കാണാൻ പോലും കൂട്ടാക്കില്ല, അയാൾക്ക് അത്ര ദേഷ്യമാണ് എന്നോട്. പക്ഷെ നയനെ, നീ ചിലപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ അയാൾ ചിലപ്പോൾ ഒന്ന് ഓക്കെ ആവുമെന്ന് പറയുമ്പോൾ നയനെ പറഞ്ഞു, ഞാനോ അതിനെ എനിക്ക് അയാളെ വലിയ പരിചയമൊന്നുമില്ല, അയാൾക്കും അങ്ങനെ തന്നെയാണല്ലോ, പിന്നെ എന്നോട് ദേഷ്യം ഉണ്ടാകും. മാളവികയ്ക്ക് ഡിസൈൻ വരച്ചെടുത്തത് ഞാനാണല്ലോ, ശരിയാണ്. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു നിന്നോട് അയാൾ മാന്യമായിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവാന്ന്, അതുകൊണ്ട് നീ ഒന്ന് പോയി സംസാരിക്കാവോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ആദർശ് നയനെ എടുത്ത്. അങ്ങനെ നയന ശരി എന്തോ ആവട്ടെ, തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് നയന അങ്ങനെ നമ്മുടെ നാഗേന്ദ്രനെ കാണാൻ വേണ്ടി പോകാട്ടോ. ശേഷം നാഗേന്ദ്രനോട് സംസാരിക്കുമ്പോൾ നാഗേന്ദ്രൻ പൊട്ടിത്തെറിക്കുകയാണ് നയനെ എടുത്ത്. നിങ്ങളെല്ലാവരും കൂടി എന്നെ ചതിച്ചില്ലേ, ആ കുടുംബം മൊത്തം അങ്ങനെ തന്നെയാണ്, എത്ര വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ചതിച്ചു, ഇപ്പോഴും എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ കുടുംബത്തിൽ വന്ന് കയറിയവരും അതെ, അവിടെ ഉള്ളവരും അതേ എന്നൊക്കെ പറഞ്ഞിട്ട് നാഗേന്ദ്രൻ പൊട്ടിത്തെറിക്കുമ്പോൾ നയനെ ചോദിക്കേണ്ട, ഞാൻ നിങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിച്ചു, എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന്, തെറ്റ് ചെയ്ത് ആരൊക്കെയാണെന്ന് ഏറെക്കുറെയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ബാക്കി കഥകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ശരിക്കും ജ്വല്ലറിയിൽ നിന്ന് പുറത്താക്കാൻ കാരണം ആ നെക്ലസ് ആണല്ലോ, ആ നെക്ലസ് അടിച്ചു മാറ്റിയത് ജലജപ്പച്ചിയാണല്ലോ. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഒന്ന് നാഗേന്ദ്രൻ ഒന്ന് സംശയിക്കുന്നുണ്ട്, ഇവളെന്തിനാ ഇപ്പൊ ഇതൊക്കെ ചോദിക്കണത്, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൾക്ക് എന്താ ഗുണം എന്നൊക്കെയാണ് നാഗേന്ദ്രൻ വിചാരിക്കുന്നത്. ശേഷം നാഗേന്ദ്രനെ മനസ്സിലാവുന്നുണ്ട് നയന ഒരു പാവം പെൺകുട്ടിയാണെന്നും അവൾക്ക് കള്ളത്തരവൊന്നും അറിയില്ലെന്നും ഒരു ഭയങ്കര ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കണം നാഗേന്ദ്രൻ. അങ്ങനെ നാഗേന്ദ്രൻ തന്നെ പഴയ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാട്ടോ. അതായത് അജയനും ജാനകിയൊന്നും ഇപ്പത്തെ ജാനകി അജയനും അല്ല, അവർ ഭയങ്കര പണക്കുതിയന്മാരാണ് കേട്ടോ. നമ്മുടെ മുമ്പിൽ ഭയങ്കര പാവപ്പെട്ടവരെ പോലെ നിൽക്കുന്നുണ്ടല്ലോ, അതായത് പണത്തിനോട് ഒരു ആക്രാന്തവും ഇല്ല. ജയനെയും ദേവയാനിനെയും പോലെയാണ് അജയനും ജാനകി എന്നൊക്കെയാണല്ലോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അവരങ്ങനെയൊന്നുമില്ല കേട്ടോ. പണത്തിന് വേണ്ടി മൂർത്തി മുത്തശ്ശനെ കൊല്ലാൻ പോലും മടിക്കാത്ത ആൾക്കാരാണ് അവര്. ഒരു ദിവസം മൂർത്തി മുത്തശ്ശനെ കൊല്ലാൻ വേണ്ടി നോക്കിയത് ഈ ജാനകിയും അതുപോലെ തന്നെ ജലജ അപ്പച്ചിയും അജയനും കൂടി ചേർന്നിട്ടാണ് കേട്ടോ. എന്നിട്ട് ആ തെറ്റുകൂടി കൊണ്ട് ഇട്ടത് നമ്മുടെ നാഗേന്ദ്രന്റെ തലയിലും. അങ്ങനെയാണ് നാഗേന്ദ്രനെ കുടുംബത്തിൽ നിന്നും പുറത്താക്കേണ്ടി വന്നത്. പിന്നെ പല നാഗേന്ദ്ര തലയിൽ പല കുറ്റങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടാണ് ഇവർ പുറത്താക്കിയത്. നാഗേന്ദ്രനെ അറിയാം ഇവര് ചതിയന്മാരാണെന്ന്. ആരൊക്കെ? ഈ അജയനും ജലജയും അതുപോലെ തന്നെ ജാനകിയും. അപ്പൊ അത് നാഗേന്ദ്രൻ എങ്ങാനും തെളിവ് സഹിതം മൂർത്തിമുത്തശ്ശനെ കാണിച്ചാലോ, അതുകൊണ്ട് നാഗേന്ദ്രൻ തലയിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് നാഗേന്ദ്രനെ അവിടെ ചവിട്ടി പുറത്താക്കിയത് ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഈ സത്യങ്ങളൊക്കെ തന്നെ നാഗേന്ദ്രൻ നമ്മുടെ നയനയെടുത്ത് പറയാണ്. നയനക്ക് അങ്ങനെ സത്യം മനസ്സിലാക്കിയ നയന ഈ കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം മൂർത്തിമുത്തശ്ശനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ മുത്തശ്ശനെല്ലാം ചെയ്തോളും. തന്നോട് തെറ്റ് ചെയ്തവരെയൊക്കെ ചവിട്ടി പുറത്താക്കാൻ പോകണം. കാരണം നാഗേന്ദ്രൻ ഇത്രയും വർഷം താൻ വെറുത്തു. പാവപ്പെട്ട നാഗേന്ദ്രൻ തന്നെ എന്തുമാത്രം തെറ്റുകുറ്റങ്ങൾ കൊണ്ട് വെച്ച് കെട്ടിക്കൊടുത്തു. ഇനി അയാളെ ശിക്ഷിക്കാൻ പാടില്ല, അയാളെ കൂടെ നിർത്താണ് വേണ്ടത് എന്ന് നമ്മുടെ മൂർത്തിക്ക് മനസ്സിലാവുകയും നാഗേന്ദ്രനെ കൂടെ നിർത്തുകയും ബാക്കിയുള്ളവരെ ചവിട്ടി പുറത്താക്കുന്ന ഭാഗമാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.